ജീവിതം ഒരു ഭാരമായി തോന്നുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. ഒരു യന്ത്രത്തെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിതം. ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നതെന്ന്? എല്ലാവർക്കും ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവനാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? 2022 റിലീസ് ചെയ്ത ഒരു ഡ്രാമ മൈ ലിബറേഷൻ നോട്ട്സ് എന്ന ഡ്രാമ നമ്മളോട് സംസാരിക്കുന്നത് ഈ ഒരു ഒറ്റപ്പെടലിനെ കുറിച്ചാണ്. സ്ലൈസ് ഓഫ് ലൈഫ് അതുപോലെ റൊമാൻസ് തീം വരുന്ന ഒരു ഡ്രാമയാണിത്. സൗത്ത് കൊറിയയിലെ സാൻപോ എന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണിത്. ഈ ഡ്രാമയിൽ മെയിനായിട്ട് 4 കഥാപാത്രങ്ങളാണ് ഉള്ളത്. 3 സിബ്ലിങ്സും അത് മിസ്റ്റർ ഗു എന്ന ഒരു ക്യാരക്ടറും. ഈ 3 സിബ്ലിങ്സിൽ യോമിജോങ് എന്ന ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് കിം ജിവൺ ആണ്. മിസ്റ്റർ ഗുവിന്റെ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് സൺ സോക്കു ആണ്. അതുപോലെ ലിമിങ്കിയാണ് യോങ്ചങ്ങി എന്ന ആ ഒരു ബ്രദർ സിബ്ലിങ്സിലെ ബ്രദറായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം യോങ്കിജോങ് എന്ന ക്യാരക്ടർ. എല്ലാ ദിവസവും ഈ 3 സഹോദരങ്ങളും സോൾ നഗരത്തിലേക്ക് ട്രെയിനിൽ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് ജോലിക്ക് വേണ്ടി പോകുന്നത്. ഇവരുടെ ഒപ്പം മിസ്റ്റർ ഗുവിന്റെയും ലൈഫാണ് ഈ കഥയുടെ കോർ പാർട്ട് എന്ന് പറയുന്നത്. യോമിജോങ്ങിന്റെ നറേഷൻ ആയിട്ടാണ് ഈ ഡ്രാമ മുൻപോട്ട് പോകുന്നത്. മിജോങ് ഒരു ഇൻട്രോവേർട്ട് ആയ ഒരു വ്യക്തിയാണ്. അതുപോലെ ജീവിതത്തിൽ നിന്ന് മോചനം നേടുന്നത് എങ്ങനെ എന്ന് കണ്ടെത്തുന്നതും ഒക്കെ ചേർന്ന ആ ഒരു നറേഷനാണ് ഈ ഒരു ഡ്രാമയിൽ മെയിൻ ആയിട്ട്. ഈ ഡ്രാമയുടെ ടൈറ്റിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്, മൈ ലിബറേഷൻ നോട്ട്സ്. മിസ്റ്റർ ഗു എന്ന ക്യാരക്ടർ ഒരു ആൽക്കഹോളിക് ആയിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഗു എന്ന ആ ഒരു ക്യാരക്ടർ കുറച്ച് ദുരൂഹതകൾ നിറഞ്ഞതുപോലെ ഒരു ജീവിതമാണ് നയിക്കുന്നത്. യോങ്ചങ്ങി, യോങ്കിജോങ് ഈ സിബ്ലിങ്സ് എന്ന് പറയുന്നത് അവരും ലൈഫിൽ നിന്ന് ലിബറേഷൻ നേടാൻ ശ്രമിക്കുന്ന 2 വ്യക്തികളാണ്. ഈ നറേഷൻ ചെയ്യുന്നത് മിജോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടർ കുറച്ച് ഫോക്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പലരും ഒരു ട്രാപ്പിൽ അകപ്പെട്ടതുപോലെയാണ് ജീവിക്കുന്നത്. മിജോങ്ങും അങ്ങനെ ഒരു ട്രാപ്പിന്റെ ലൈഫിൽ എന്ന പോലെയാണ് ഈ ഒരു ഡ്രാമയിൽ കാണുന്നത്. സന്തോഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ആ ഒരു എനർജി ഇല്ല. മറ്റുള്ളവർ മുന്നിൽ സന്തോഷവാനായി അഭിനയിച്ച് മടുത്തു. എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ എല്ലാവരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ലൈഫിൽ ഭയങ്കര ഭാരമായിട്ട് തോന്നുന്നത്. മിജോങ് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ സത്യസന്ധരാകണമെന്നാണ്. അങ്ങനെ കഥ മുൻപോട്ട് പോകുമ്പോൾ മിജോങ് മിസ്റ്റർ ഗുവിനോട് പറയുന്ന ഒരു കാര്യമാണ് വർഷിപ്പ് മീ എന്ന ആ ഒരു ടേം. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് അതുപോലെ ഭയങ്കര മീനിങ് ആയിട്ട് തോന്നിയ ഒരു ടേമാണ്. ഒരു നോർമൽ ഐ ലൈക്ക് യു അല്ലെങ്കിൽ ഐ ലവ് യു ഓർ ലവ് മീ എന്നൊക്കെ പറയുന്ന അതിലുപരിയായിട്ട് തന്റെ കുറവുകളോട് തന്നെ അംഗീകരിക്കാൻ ശ്രമിക്കൂ എന്ന ഒരു വ്യാഖ്യാനമാണ് ഈ വർഷിപ്പ് എന്ന ആ ഒരു ടേം മിജോങ് പറയുന്നതിലൂടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കില്ല. എന്നാൽ ഒരു 5 സെക്കൻഡ് നേരമെങ്കിലും മനസ്സ് നിറഞ്ഞുകൊണ്ട് ചിരിക്കാൻ സാധിക്കണം. ആ 5 സെക്കൻഡ്സ് ചേർത്ത് വെച്ചാണ് ജീവിതം തിരിച്ചു പിടിക്കേണ്ടത് എന്നത് മിജോങ് പറയുന്നു. മിജോങ് ഇതിൽ ഉന്നയിക്കുന്ന ഒരു 5 സെക്കൻഡ് ഹാപ്പിനെസ് റൂൾ ഉണ്ട്. അതിലൂടെ ഇതാണ് വ്യക്തമാകുന്നത്. ഇനി മിസ്റ്റർ ഗുവും മിജോങ്ങും അധികം സംസാരിക്കാറില്ല, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ആണ്. പക്ഷേ ആ ഒരു സൈലൻസിന് വാക്കുകളേക്കാൾ ഒരുപാട് ആഴമുള്ളതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു 16 എപ്പിസോഡ് ലോങ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഇത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഈ 4 മെയിൻ ക്യാരക്ടേഴ്സും തങ്ങൾക്ക് വേണ്ടുന്ന ലിബറേഷൻ നേടിയെടുക്കുന്നത് വിറ്റ്നസ് ചെയ്യാൻ കഴിയും. മൈ ലിബറേഷൻ നോട്ട്സ് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒരു ഡ്രാമയാണ്. റിയാലിറ്റി ആയിട്ട് നല്ല കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. ഇതിന് വൺ ഓഫ് ദി ഫേവറേറ്റ് ഡ്രാമയാണ്. ഒരു സ്ലോ പേസ് ഡ്രാമയാണിത്. കണക്ട് ചെയ്യാൻ കഴിയാത്തവർക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തേക്കാം, പക്ഷേ എനിക്കിത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമാസ് ആയിരുന്നു. സ്ലൈസ് ഓഫ് ലൈഫ് ഡ്രാമ ആണ്. അതുപോലെ അതിനൊപ്പം റൊമാൻസ്, ഒരു സ്ലോ ബേൺ റൊമാൻസ് ആണ് ഇതിൽ അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്റ്റിൽ റൊമാൻസിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്നതില്ല. ടീം ആണെങ്കിലും അതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു പെർഫെക്റ്റ് ബാലൻസിലാണ് ഡ്രാമ മുൻപോട്ട് പോകുന്നത്. ജീവിതം ഒരു വലിയ കൊടുമുടി കയറുന്ന പോലെയാകാം. ഇടയ്ക്കൊന്ന് കിതച്ചാൽ അല്ലെങ്കിൽ ഒന്ന് തളർന്നിരുന്നാൽ അതിന് തെറ്റില്ല. മൈ ലിബറേഷൻ നോട്ട്സ് പറയുന്നത് നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ മോചനം നൽകാം എന്നാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിലും വസന്തം വരും. അതുവരെ സ്വയം സ്നേഹിക്കാൻ മറക്കരുതേ.